ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ നിന്ന് ഔട്ടായ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ റീ എൻട്രി ഉണ്ടാകും. അവർ മാസമായിട്ട് തിരിച്ചു വരാനൊക്കെ പോവുകയാണെന്ന് കേൾക്കണു. അങ്ങനെയാണോ? പിന്നെ ഈ ഔട്ടായവരെല്ലാവരും അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റയിൽ വന്നിട്ട് എൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്, ഒന്നും കാണിച്ചിട്ടില്ല, ഇനിയും കട്ട് ചെയ്യും, ഇത് ശരിയല്ല, ഒരാൾക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, രാകേഷിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതായത് ഇത് ശരിയായില്ല, നമ്മൾ ഇങ്ങനെയല്ല വിചാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഓരോ കണ്ടസ്റ്റൻസും വീഡിയോ ഇടുന്നുണ്ട്. പൂജേനെ ഔട്ടാക്കിയത് കണക്കായിപ്പോയി, കിട്ടിയത് നല്ലത് തന്നെ എന്നാണ് കുറേ ആൾക്കാർ പറയുന്നത്. കുറച്ച് പേര് അൺഫെയർ എന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യം തന്നെ നമ്മുടെ ലൈൻ കട്ട് വിത്ത് അഞ്ജന നമ്പ്യാർ വരുന്നുണ്ട് കേട്ടോ. അതിനി എങ്ങനെയാണ്, ബിഗ് ബോസിൻ്റെ ആണോ അതോ ഇനി ഇപ്പം ഔട്ടാവാൻ പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല. ഔട്ടാവാൻ പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. ഇനി കുറച്ച് അങ്ങോട്ട്, അതായത് ബിഗ് ബോസിൻ്റെ ആവാനാണ് കൂടുതൽ ചാൻസ്, അല്ലെങ്കിൽ ഈ ലാസ്റ്റുള്ള എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ആവാനാണ് ചാൻസ്. അത്രയേ ഉള്ളൂ, അല്ലാതെ കോമണേഴ്സിൻ്റെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ ഒരുപാട് പേര് ഇന്നലെ ഔട്ടായി. ഇനിയും ഇഷ്ടം പോലെ ആൾക്കാർ ഔട്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഇപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെയും നമ്മൾ ഇവർ നോക്കുന്നത് ടോപ്പ് 10 ആണ്. അതിന് മുന്നേ ഉള്ള എല്ലാവരെയും അവർ ഔട്ടാക്കും. ഇനി കുറച്ച് പേരെ അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവരും ഔട്ടാവും. നോക്കിക്കുക, നമുക്ക് തോന്നി അയ്യോ ഇവരൊക്കെ എന്തിന് സേവ് ആയത്, ഇവരെ കാട്ടി നല്ല ആൾക്കാരാണല്ലോ ഔട്ടായത് എന്ന് നമുക്ക് തോന്നിയില്ലേ? അവരും ഔട്ടാവും. കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, ഈ 40 പേരിൽ ഒരു 5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ആൾക്കാരെ കിട്ടും. ഇതിനകത്ത് ഡിസർവിങ് ആയിട്ടുള്ള ഒരു 10 പേരെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ഇത്ര കാര്യമല്ല, ഒരു ദിവസത്തിൽ മൊത്തം അവരുടെ കൂടെ കഴിയല്ലേ ഇവർ. നമ്മൾ 1 മണിക്കൂറാണ് കാണുന്നത്, എല്ലാം കട്ട് ചെയ്ത് ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല, നമ്മൾ കാണുന്ന ഒന്നുമല്ല. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവർ ജഡ്ജസ് ആണെങ്കിലും മേക്കേഴ്സ് ആണെങ്കിലും ഒക്കെ ഇവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയും മണിക്കൂറുകളോളം അവർ ഇരിക്കുമ്പം അവരുടെ പേഴ്സണാലിറ്റി, അവർക്ക് ചെയ്യാൻ പറ്റുമോ, ബിഗ് ബോസിൽ അവർ കയറിയ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് നല്ല ഒരു 5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഒരു 15 പേരെ ഒരു ടോപ്പ് 15 പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഉറപ്പാണ് കിട്ടിയിരിക്കും. അത് നമുക്ക് ചിന്തിച്ചാൽ കഴിയുന്ന കാര്യം കിട്ടിയിരിക്കും. അപ്പം ഞാനതാണ് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇവരെ വരാൻ പോണ ഒരു ടോപ്പ് 15 ടോപ്പ് 15 നമുക്ക് കൂട്ടാൻ ടോപ്പ് 15. ഇതിനകത്ത് അഗ്നി പരീക്ഷ ഔട്ടായി അവസാനം വരുന്ന ഈ ടോപ്പ് 15 ആയിരിക്കും ഇമ്പോർട്ടൻസ്. അവരായിരിക്കും ജനങ്ങളിലേക്ക് ഇവർ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വോട്ടിങ്ങിനായിട്ടും. അതിൽ നിന്നും ജഡ്ജസ് തിരഞ്ഞെടുക്കും. അതുവരെ ജഡ്ജസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അവിടെ ഈ അഗ്നി പരീക്ഷയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ഇത് അഗ്നി പരീക്ഷയിൽ പോയ കണ്ടസ്റ്റൻസ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അവിടെ ബിഗ് ബോസ് കളിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിനകത്ത് പോയിട്ട് കളിക്കാം. ആ ഗെയിം ഇവിടെ കളിക്കരുത്. ദയവീത് ഇപ്പോൾ അവിടെ പോയിട്ട് ആരെയും ചൊറിയാനും ഇതാക്കാനും നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് അവിടെ കൊടുത്തിട്ട് ജഡ്ജസിനെ ഇമ്പ്രസ് ചെയ്യാൻ നോക്ക്. അല്ലാണ്ട് അവിടെ പോയിട്ട് ഞാൻ ഇപ്പം തന്നെ ബിഗ് ബോസിൻ്റെ കപ്പും കൊണ്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ഔട്ടായില്ലേ ആ അവസ്ഥയാവും. മനസ്സിലായി? അപ്പോൾ ഇനിയും കുറച്ച് പേരുണ്ട് അവിടെ വെറുതെ ഓവർ കാണിച്ച് നിൽക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നിന്ന് ജഡ്ജസിനെ ഇമ്പ്രസ് ചെയ്യുക. കാര്യം അവരിവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഓഡിയൻസും വ്യൂവേഴ്സും ഒന്നും, നിങ്ങളിപ്പോൾ ഓഡിയൻസിനെ വന്നിട്ട് അയ്യോ അങ്ങനെയായിരുന്നു, അയ്യോ ഇങ്ങനെയായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും ഏക്കാനും പോകുന്നില്ല. കാര്യം അവരിവിടെ ജസ്റ്റ് 1 മണിക്കൂർ എപ്പിസോഡും കണ്ടിട്ടിരിക്കുന്നതാണ്. നമുക്ക് ലൈവ് ഇല്ല, നമുക്ക് 75 ക്യാമറ ഇല്ല. ബിഗ് ബോസ് അല്ല അവിടെ. ഇത് അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞ പരിപാടി റോഡീസിൻ്റെ ഓഡീഷനൊക്കെ പോലത്തെ അതിൻ്റെ ഒരു 100-1 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ ഒരു ചെറിയ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ അതൊന്നും ഇല്ല അവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അഗ്നി പരീക്ഷ എങ്ങനെ കടന്നുകൂടാ. അത് ഫസ്റ്റ് ഡേ തന്നെ അഖിലും രഞ്ജിനിയൊക്കെ പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ അഗ്നി പരീക്ഷ കടക്കാൻ നോക്ക്. പിന്നെ നമുക്ക് ബിഗ് ബോസിൻ്റെ കപ്പും ലാലേട്ടനെയൊക്കെ പിന്നെ ആലോചിക്കാം. ആദ്യം ഇത് കടന്നു കിട്ടിയാലേ അവിടെ എത്തുള്ളൂ. സോ അത് നോക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതിൽ വർക്ക് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കഴിവ് ഇപ്പം മാക്സിമം അതിന് കൊടുക്കാൻ നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞില്ല ടോപ്പ് 10 അതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ആ ടോപ്പ് 10 കിട്ടിയിട്ട് നമ്മുടെ മുന്നിലേക്ക് ടോപ്പ് 10 ആയിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതുവരെ ഇതിങ്ങനെ ഔട്ടാക്കി എവിക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് എവിക്ഷൻ വരും. അതിനകത്ത് ഫെയർ വരാം, അൺഫെയർ എവിക്ഷൻ വരാം. അതെല്ലാം ജഡ്ജസിൻ്റെ കയ്യിലാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഔട്ടായി വന്നിട്ട് അയ്യോ ഇൻസ്റ്റയിൽ വന്ന് കിടന്നു അയ്യോ എന്നെ ഔട്ടാക്കി കളഞ്ഞ് ഫെയർ ആണോ അൺഫെയർ ആണോ, അപ്പം നമ്മൾ ഇപ്പുറത്തിരുന്നു അയ്യോ അൺഫെയർ ആണ്. ഒരു കാര്യമില്ല. നിങ്ങളെ ഇന്ന് വരെ കാണിക്കും, നാളെ തൊട്ട് നിങ്ങളെ കാണിക്കൂല ടി വിയിൽ. നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. നിങ്ങളെ എത്രത്തോളം ടി വിയിൽ കാണിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ആയുസ് ഉണ്ടാവും. അത് എപ്പോഴത്തോളം നിങ്ങൾ ബന്ധാവുന്നു, തീർന്നു. നിങ്ങളെ പിന്നെ കാണിക്കുന്നതിന് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആ ഒരു ചെറിയ ഉണ്ടാക്കിയെടുത്ത ഫെയിം വെച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും.
മനസ്സിലായോ? അപ്പം നിങ്ങൾ മാക്സിമം അവിടെ നിൽക്കാനാണ് നോക്കേണ്ടത്. അഗ്നിപരീക്ഷയിൽ പിടിച്ച് നിൽക്കാൻ നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് അവിടെ കാണിക്കാൻ നോക്കുക. കുറച്ച് ടൈമായിരിക്കും കിട്ടുന്നത്, അവിടെ പിടിച്ച് നിൽക്കാൻ നോക്കുക. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇനിയെങ്കിലും അടുത്ത സീസൺ തൊട്ടും അഗ്നിപരീക്ഷ ഉണ്ടാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കോമണേഴ്സ് എന്താണ് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിയാലിറ്റി ഷോയിലേക്ക് വരാൻ. നമുക്ക് ആർക്കും, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പം ഞാനൊക്കെ കുറേ വർഷങ്ങളായിട്ട് റിയാലിറ്റി ഷോ കാണുന്നത് കൊണ്ടും നമ്മൾ ബിഗ് ബോസ് മലയാളം മാത്രം കാണുന്നത് കൊണ്ട് ഉള്ളവരെ കുറിച്ചിട്ടും നമുക്ക് ഈ ഒരുപാട് ബാക്കിയുള്ള റിയാലിറ്റി ഷോസ് കാണുന്ന ആൾക്കാരെ വെച്ചിട്ട് വ്യത്യാസമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് റിയാലിറ്റി ഷോ എന്നുള്ളതും എന്താണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് സ്റ്റോറി എന്നുള്ളതും മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. നമ്മൾ മറ്റ് റിയാലിറ്റി ഷോസും കൂടെ കണ്ടാലേ നമുക്ക് കഴിയുള്ളൂ. എന്താണ് ഈ റിയാലിറ്റി ഷോ എന്ന് അറിയണം, എന്നാലേ നമുക്ക് ഇതിനകത്ത് വന്നിട്ട് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ ഒന്നും അറിയാണ്ട് അയ്യോ ബിഗ് ബോസ് ആണേ എന്ന് പറഞ്ഞ് അങ്ങ് കയറി ചെല്ലാതെ ഇത് എന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വന്ന് കളിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ വന്നിട്ട് എന്നെ കാണിച്ചില്ല ഞാൻ അത് പറഞ്ഞു, ഒന്നും കാര്യമില്ല. നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ കാണിച്ചില്ല, അത്രയേ ഉള്ളൂ. ഓഡിയൻസ് അത്ര കുറച്ചു നേരം നിങ്ങളെ കേൾക്കും. നിങ്ങളെ പിന്നെ ബിഗ് ബോസിൽ ടി വിയിൽ കാണിക്കുന്നില്ലെങ്കിൽ എന്തുവാടേ വന്നിരുന്ന് പറഞ്ഞാൽ ഒന്ന് മാറിക്കോ ഒന്ന് പൊക്കോ എന്ന് പറയും. ഓഡിയൻസ് അപ്പം കാണുന്നവരെ അവർ കൊണ്ടുപോവുള്ളൂ. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവർ ഫോളോ ചെയ്ത് അങ്ങ് പോവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഓഡിയൻസ് നിങ്ങളുടെ അടുത്ത് അയ്യോ നിങ്ങളെ കാണിച്ചില്ലേ, എന്തു പറ്റി നിങ്ങളെ കാണിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വരൂലാരും. ബാക്കിയുള്ളവരുടെ കൂടെ അവരങ്ങ് പോവും, ആ ഒഴുക്കിനങ്ങ് പോവും. കാര്യം അങ്ങനെയാണ് ഓഡിയൻസ്. സോ മറ്റ് റിയാലിറ്റി ഷോസ് കാണാൻ നോക്കുക. ഇപ്പോൾ അതിന് പറ്റിയ അവസരങ്ങളാണ്. അടുത്ത ബിഗ് ബോസിൽ, അടുത്ത അഗ്നിപരീക്ഷയിലൊക്കെ പോകുന്ന കണ്ടസ്റ്റൻസ് എന്താണ് ഈ റിയാലിറ്റി ഷോ എന്ന് അറിയണമെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഇഷ്ടം പോലെ റിയാലിറ്റി ഷോസ് ഉണ്ട് ഇന്ത്യയിൽ, ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾക്ക് ഇപ്പം നെറ്റ്ഫ്ലിക്സ്, ജിയോ ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, ഇപ്പം ഓൾറെഡി ആമസോൺ പ്രൈമിൽ ട്രൈറ്റർ നടക്കുന്നുണ്ട്. ഇനിയിപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്പ്ലിറ്റ്സിൽ വരും, റോഡീസ് വരും. ഇതെല്ലാം ഇരുന്ന് കാണുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റയിൽ ഇതിൻ്റെ റിവ്യൂസ് വരും. ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ റിയാക്ഷൻ പോലെയൊന്നുമല്ല, റിവ്യൂവും റിയാക്ഷനും അല്ലാത്ത ഇഷ്ടം പോലെ കുട്ടികൾ ഇതിൻ്റെ റിവ്യൂവും റിയാക്ഷനും ചെയ്യുന്നുണ്ട്. ഷോർട്ട് വീഡിയോസാണ്. ഇതൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് റിയാലിറ്റി ഷോസ് എന്താണെന്നുള്ളത് ഇതിനെക്കുറിച്ചൊരു ഒരു ഇത് കിട്ടും. ഇനി ഇതിൽ വരുന്ന ആൾക്കാരല്ല, ഇനി നിങ്ങൾ കാണികളാണെങ്കിൽ കൂടി മാക്സിമം ഇൻസ്റ്റയിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇവരുടെ റിവ്യൂസൊക്കെ ഒക്കെ ഇപ്പോൾ ജീവിക ഒരുപാട് പേരുണ്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ. നല്ല രീതിയിൽ ഈ ഫാൻസിനെയും പിടിച്ച് വെച്ചിട്ട് അതിനെയും പൊക്കി ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നല്ല രീതിയിൽ ഫയറായിട്ട് ഉള്ള കാര്യം പച്ചയ്ക്ക് പറയുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരുപാട് പെൺകുട്ടികളുണ്ട് നല്ല രീതിയിൽ. ഈ ഫാൻസ് ഉള്ളവരെ ഇങ്ങനെ അയ്യോ നല്ല സൂപ്പർ എന്ന് ഇവിടെ കുറേ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, മറ്റുള്ളവരെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ അല്ലാതെ തന്നെ നല്ല രീതിയിൽ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പറഞ്ഞോടെ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് നല്ല രീതിയിൽ റിവ്യൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. സോ അത് കാണുക ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ റിയാലിറ്റി ഷോസ് എന്താണെന്നുള്ളതിൻ്റെ ഉള്ളൊരു ഇത് നിങ്ങൾക്ക് കിട്ടും. ദയവ് ചെയ്ത് അത് ചെയ്യുക. അല്ലാതെ ഒന്നും കാണാതെ ഒന്നും മനസ്സിലാക്കാതെ അതിനകത്ത് പോയിട്ട് പിന്നെ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇനി പറയാനുള്ളത്, കുറേ പേര് ഇൻസ്റ്റയിൽ വന്നിട്ട് പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇപ്പോഴും ഉള്ള കണ്ടസ്റ്റൻസ് ആണ് പറഞ്ഞത് എൻ്റെ കാണിച്ചില്ല, എൻ്റെ ഇത് ഇനി കാണിച്ചില്ല, ഞാൻ അവിടെ അത് സംസാരിച്ചായിരുന്നു അത് കാണിച്ചില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ റിയാലിറ്റി ഷോസ് നടത്തുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നഗ്ന സത്യം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അത് അവർക്ക് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളെ കാണിക്കണം, അയ്യോ രേവതിയെ കാണിക്കണം. ഞാൻ പോവുകയാണേ, ഞാൻ ബിഗ് ബോസിലേക്ക് പോകണം, ഈ രേവതിയെ കാണിക്കണതാണ് വനീജയെ പറയാണ്. രേവതിയെ ഫുൾ കാണിക്കണം, രേവതി ഉറങ്ങണത്, ഇരിക്കണത്, രേവതി സംസാരിക്കണം, എല്ലാം അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയല്ല അവർ പറയുക. ഏറ്റവും കൂടുതൽ TRP കിട്ടണ ആൾക്കാർ, പ്രേക്ഷകർ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ എന്തൊക്കെയാണോ ഇതാക്കുന്നത് അത് കാണിക്കുക. അത് അവർ കട്ട് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് ബിഗ് ബോസിനകത്ത്. മനസ്സിലായ? അത് ഏത് റിയാലിറ്റി ഷോയിലും അവരുടെ TRP അവർക്കതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ്, അവരുടെ ഒരു ബിസിനസ്സാണ്. മറ്റെല്ലാം പോലെ തന്നെ അവരുടെ ബിസിനസ്. അവരതാണ് നോക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ നിങ്ങളെ കാണിച്ചില്ലല്ലോ ഇതൊന്നും അവരാലോചിക്കില്ല. നിങ്ങൾക്ക് കിട്ടിയ ടൈമിൽ നിങ്ങൾ മാക്സിമം അവിടെ പെർഫോം ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുക. അതേ പറയാനുള്ളൂ. കാര്യം ഞാനും ബിഗ് ബോസിൻ്റെ അകത്ത് പ്രസ് മീറ്റിന് പോയ ആളാണ്. നിങ്ങൾ ഇത് കേൾക്കണം ഈ സ്റ്റോറി. ഇതിനകത്ത് ഞാൻ പ്രസ് മീറ്റിന് പോയാണ്. അപ്പോൾ അതിനകത്ത്
നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്താൽ പോയത്. ഞാനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് കുറുക്കി കൊള്ളണ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു പോയി. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ സ്വീകരിക്കില്ല. കാര്യം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തെ ആ കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഓക്കെ നമ്മൾ ഓരോരുത്തർക്കും 3 ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ക്വസ്റ്റ്യൻ ഒന്നോ ഞാൻ 3 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിനോഷിൻ്റെ അടുത്ത്, ശോഭയുടെ അടുത്ത്, അങ്ങനെ 3 പേരെടുത്തും ഞാൻ 3 ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണിച്ചത് എനിക്കൊന്ന് 1 എന്തോ ആണ് കാണിച്ചത് എപ്പിസോഡിൽ, ബാക്കി കാണിച്ചില്ല. അപ്പം ഞാൻ വന്നിരുന്ന് പറയാണ് ഞാൻ 3 ചോദിച്ചായിരുന്നു, അതൊന്നും കാണിച്ചില്ല. ആൾക്കാർ പറയും പിന്നെ നീ ഒന്നും ചോദിച്ചിട്ടേ ഇല്ലല്ലോ, നീ ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായി? നീ അവിടെ പോയ എന്തിന്, നീ ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ് പറയണത്. മനസ്സിലായി? ഇതാണ് പ്രേക്ഷകർ. നമ്മൾ ഇവിടെ കിടന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായില്ല? ബിക്കോസ് വെൽ എഡിറ്റഡ് ഷോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹിന്ദിയിൽ റിയാലിറ്റി ഷോ റിവ്യൂവർ ഉണ്ട് ജീവിക. പുള്ളിക്കാരുടെ റിവ്യൂവിന് 2 മില്യൺ 3 മില്യൺ 4 മില്യൺ ഒക്കെയാണ് ഇൻസ്റ്റയിൽ വ്യൂസ്. നല്ല റിവ്യൂവറാണ് പുള്ളിക്കാരി. ലോക്കപ്പിൻ്റെ പ്രസ് മീറ്റിന് പോയിട്ടുണ്ടായിരുന്നു, ഫിനാലയുടെ അന്ന്. അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് വിന്നർ എന്നുള്ളത്. അതിന് പോയി പുള്ളിക്കാരി ചോദ്യം ചോദിച്ചായിരുന്നു, അത് കാണിച്ചിട്ടില്ല. അവസാനം പുള്ളിക്കാരിയുടെ വീഡിയോ പുള്ളിക്കാരി തന്നെ എടുത്തിട്ടു. മനസ്സിലായി? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് പുള്ളിക്കാരിയോടും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ച പോലെ തന്നെ നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതൊക്കെ അത്രയേ ഉള്ളൂ. പറഞ്ഞില്ലേ, അതൊരു റിയാലിറ്റി ഷോയുടെ പാറ്റേൺ ആണത്. അവർക്ക് ഇതാവുന്നത് അവർ കാണിക്കും, ഇതാക്കും ഒക്കെ ചെയ്യും. അത് ലൈവിലുണ്ടായിരുന്നു, എപ്പിസോഡിലുണ്ടായിരുന്നില്ല. എനിക്ക് ലൈവിലെങ്കിലും ഉണ്ടായിരുന്നു, ജീവിക്കേണ്ടത് അതുപോലും ഇല്ലായിരുന്നു. ജീവികയ്ക്ക് ഏകദേശം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ളതാണ്. എല്ലാ വീഡിയോസിനും 4-5 മില്യൺ വ്യൂസൊക്കെ. എന്നിട്ട് കൂടി പുള്ളിക്കാരിയുടെ കാണിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ പിന്നെയാണ് പുള്ളിക്കാരിയുടെ ഇട്ടിട്ട് പുള്ളിക്കാരി ജസ്റ്റ് ഒരു ഷോർട്ടാക്കി ഇട്ട് കാണിച്ചത്. സോ അതാണ് റിയാലിറ്റി ഷോസ് എന്ന് പറഞ്ഞാൽ. അത് അവർ കൊണ്ടുപോകുന്ന പരിപാടിയാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഷോയാണ്. ജനങ്ങൾക്ക് അത് എൻ്റർടൈൻമെൻറ്റാണ്, അതുവഴി അവർക്കുള്ള ഇതാണ്. സോ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊക്കെ നിൽക്കാൻ. നിങ്ങളെ ഓരോ ഇതെടുത്ത് ഇത് കാണിച്ചില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ബേസിസിൽ അങ്ങ് പോവും. ലാസ്റ്റ് ഒരു ടോപ്പ് 10 കണ്ടസ്റ്റൻസ് വരും. അതിനകത്തുനിന്ന് ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് കുറച്ച് പേര് എടുക്കും. ഇതിനകത്തുനിന്ന് ഒരു 4-5 പേര് ബിഗ് ബോസിലേക്ക് വരും. ഇനി കാര്യം ഓൾറെഡി ഈ കാര്യം നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ കാര്യം ഓൾറെഡി ബിഗ് ബോസിനകത്ത് 75 ക്യാമറയുണ്ട്. 24 മണിക്കൂർ ഉണ്ടായിട്ട് കൂടി അവിടുത്തെ കണ്ടസ്റ്റൻസ് തിരിച്ച് വന്നിട്ട് പറയണം അയ്യോ എൻ്റെതൊന്നും കാണിച്ചില്ലല്ലോ, അത് കാണിച്ചില്ലല്ലോ, ഇത് കാണിച്ചു. അവർ തന്നെ കരയായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ഈ അഗ്നിപരീക്ഷയുടെ കാര്യം. അത് 1 മണിക്കൂർ പ്രോഗ്രാം അല്ലേ. 24/7 ഇവിടെ കാണിക്കാത്ത ആൾക്കാരുണ്ട് വിഷമിച്ചിരിക്കുന്നു. അയ്യോ അതൊന്നും കാണിച്ചില്ല രേവതി, ഞാൻ അവരോട് നല്ല രീതിയിൽ തന്നെ എതിർക്കുന്ന രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാനും അവരും തമ്മിൽ വഴക്കായിരുന്നു. പക്ഷെ അതൊന്നും കാണിച്ചില്ലല്ലോ. കാര്യം അത് വെൽ എഡിറ്റഡ് ഷോയാണ്, അതൊരു എഡിറ്റഡ് ഷോയാണ്. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് തന്നെ കാണിക്കേണ്ട മാത്രം അവർ കാണിച്ച് കട്ട് ചെയ്ത് അങ്ങ് പോവും. ഈ 74 ക്യാമറ ഉള്ളത് ഫുൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം തികയില്ല ഫസ്റ്റ് ഓഫ് ഓൾ. സോ അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പിന്നെ വന്ന് കിടന്ന് കാണിച്ചില്ലെങ്കിൽ നമ്മൾ വന്ന് കിടന്ന് ഒന്നും പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങൾ എപ്പോഴാണോ ടി വിയിൽ നിന്ന് ഔട്ടാവുക, ടി വിയിൽ നിങ്ങളെ കാണിക്കൽ നിർത്തുന്നത്, നിങ്ങളുടെ കണക്ഷൻ കഴിഞ്ഞുമില്ല ഓഡിയൻസുമായിട്ടുള്ള. അത്രയും എനിക്ക് പറയാനുള്ളൂ. സോ ബാക്കി നിങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടിയ ഫെയിം വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക, തളരാതെ മുന്നോട്ട് പോകാൻ നോക്കുക. ഇതൊന്നും കണ്ട് വിഷമിക്കാതിരിക്കുക, മുന്നോട്ട് പോവുക. എനിക്ക് ഈ ഔട്ടായ കണ്ടസ്റ്റൻസിനോട് എനിക്കതേ പറയാവുള്ളൂ. പിന്നെ പൂജയുടെ കാര്യം കുറേ വലിയ ടോക്കായിപ്പോയി. പിന്നെ പൂജയുടെ കാര്യം ഞാൻ പൂജ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, പൂജ അത് ഇങ്ങനെ കൈ കൊടുത്ത് എന്നെ ഔട്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. കാര്യം എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലേ ഒരു പരിധിയുണ്ട്. നമ്മൾ അവിടെ ബിഗ് ബോസ് കളിക്കാനല്ല പോയത്. അവിടെ നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ജഡ്ജസിനെ ഇമ്പ്രസ് ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലും കടന്ന് അതിനകത്ത് പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ നിൽക്കേണ്ടത്. അവിടെ പോയിട്ട് നമ്മൾ ഓവർ അഗ്രഷൻ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓവർ അഗ്രഷൻ എപ്പോഴും എന്താണ്, അത് ഓവർ ഇതായിട്ട് മാറും. അത് ജഡ്ജസിൽ ഒരു കല്ലുകടി ഉണ്ടാവും. ഇതെന്തോ നീ കാണിക്കുന്നെന്നുള്ള രീതിയാവും. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് തന്നെ അയ്യോ ഇതിനെക്കാട്ടിയും ബെറ്റർ ഇതാണ് എന്ന് അവർക്ക് തന്നെ ഫീൽ ചെയ്യും. അവരും മനുഷ്യരാണ്, അവർ മറ്റേ ദൈവങ്ങളൊന്നുമല്ല, അവരും മനുഷ്യരാണ്. അപ്പോൾ അവർ തന്നെ മനസ്സിൽ നമുക്ക് തോന്നും ഇത് എന്തുവാ ഇത് എന്നുള്ളത്. സോ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പൂജ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നിന്നിരുന്നുവെങ്കിൽ പൂജയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. കാര്യം അതിനുള്ള കപ്പാസിറ്റിയും കാലിബറും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്, ഈ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമുക്കൊരു ക്ഷമയും നമുക്കൊരു ഇതൊക്കെ വേണം. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ക്ഷമിച്ച് നിൽക്കുന്ന ആൾക്കാർ മാത്രമേ, നിങ്ങളല്ലേ ക്ഷമിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി സഹിച്ച് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ പറയേണ്ട സമയത്ത് പറയണം. അങ്ങനെയുള്ളവരാണ് മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ട് കുറച്ച് ടൈമിങ് മാറിപ്പോയി, കുറച്ച് പ്രസൻറ്റേഷൻ മാറിപ്പോയി. അതാണ് പറ്റിപ്പോയത് പൂജയ്ക്ക്. ഓക്കെ, ഇനി ബാക്കിയുള്ളവരുടെ കാര്യം, ഈ സേഫ് ആയിട്ടുള്ള കാര്യം ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. പിന്നെ രാകേഷിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ പേര് വരുന്നു. ഞാൻ മനസ്സിലാക്കിയ കാര്യം, രാകേഷിനെ അങ്ങനെ ഒരുപാട് കാണിക്കണമെന്നില്ല. പക്ഷെ കിട്ടിയ സമയത്ത് പുള്ളിക്കാരൻ
100 അല്ല 200% കൊടുക്കുന്നുണ്ട്. നമ്മൾ പുള്ളിക്കാരെ ഇങ്ങനെ ഓർത്തിരിക്കും. എനിക്ക് അതുപോലെ തോന്നിയ ഒരു കണ്ടസ്റ്റൻ്റ് ഔട്ടായി, ബിജു. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ബിജുവിൽ എനിക്ക് ഭയങ്കര ഒരു വൈബ് ഫീൽ ചെയ്തായിരുന്നു. ബിജു പറയുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, അയ്യോ എന്ത് രസമാണ് പറഞ്ഞു കേൾക്കാൻ. എനിക്കത് ആ വൈബ് ബിജുവിലും ഫീൽ ചെയ്തു. പക്ഷേ ബിജു ഔട്ടായിപ്പോയി. എന്ത് ചെയ്യാനാ? ഒരു കാര്യത്തിൽ ജഡ്ജസ് രക്ഷപ്പെട്ടു. ഈ ഡേഞ്ചർ സോണിലേക്ക് ഇടുന്നത് ജഡ്ജസ് അല്ല, കണ്ടസ്റ്റൻസ് ആണ് അല്ലേ? നിങ്ങൾ വേസ്റ്റ് പെർഫോമർ 3 പേരെ തിരഞ്ഞെടുത്തു. ആ 3 പേര് ഈ കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുത്ത ആൾക്കാരിൽ നിന്നാണ് ജഡ്ജസ് ഔട്ടാക്കുന്നത്. അതുകൊണ്ട് ജഡ്ജസിൻ്റെ തലയിൽ എല്ലാം കൂടി വരില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ കുറേ പേരൊക്കെ അൺഫെയർ ആയിട്ടൊക്കെ പോവാൻ എന്ത് ചെയ്യാനും എന്തെങ്കിലും ചെയ്തല്ലേ ഇപ്പോൾ ഔട്ടായാലേ പറ്റുള്ളൂ. അത് അൺഫെയർ ഒരുപാട് വരും, തീർച്ചയായിട്ടും വരും. കുറേ പേര് നമുക്ക് തോന്നും, അയ്യ ഇതെന്തോന്നു ഇവരൊക്കെ എങ്ങനെ ഇതിനകത്ത് നിൽക്കുന്നത്, ഇവരൊക്കെ ഔട്ടായി പോവേണ്ടല്ലേ. അവരും ചിലപ്പം ലക്ക് കൊണ്ട് ചിലപ്പോൾ കയറാം, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, രാകേഷിൻ്റെ കാര്യത്തിൽ രാകേഷിന് കുറച്ച് സമയം കിട്ടിയ തന്നെ പുള്ളിക്കാരൻ നമ്മുടെ മൈൻഡിൽ കയറുന്ന രീതിയിൽ പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു എക്സ് ഫാക്ടർ പുള്ളിക്കാരനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു എക്സ് ഫാക്ടർ ഉണ്ടെന്നുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നത് പ്രത്യേകിച്ചും ഈ അഗ്നി പരീക്ഷയിൽ മനസ്സ് വിഷമിച്ച് അയ്യോ എന്നെ അങ്ങനെ പറഞ്ഞ കണ്ടസ്റ്റൻസിനോടാണ് എനിക്ക് ഇത്രയും പറയാനുള്ളത്. സോ ട്രൈ അഗെയിൻ, മനസ്സിലാക്കുക എന്താണ് റിയാലിറ്റി ഷോ എന്നുള്ളത്, എന്നിട്ട് കളിക്കാൻ വരിക. അല്ലെങ്കിൽ നമ്മൾ പതറിപ്പോകുന്ന അയ്യോ നമ്മളിങ്ങനെ ആയിപ്പോകും. കാര്യം ഞാനൊക്കെ ഇതിൽ കൂടെ പോയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് വേറെ ഒന്നുമല്ല. നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓഡിയൻസിനും ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഒന്നാമത് നമ്മുടെ മലയാളം ഓഡിയൻസ്, അവർക്ക് മലയാളം ബിഗ് ബോസ് മാത്രമേ അറിയുള്ളൂ. വേറെ റിയാലിറ്റി ഷോസ് ഒന്നും അവർ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവർക്ക് അറിയായിരിക്കും. പക്ഷേ അത് അങ്ങനെയില്ല. സോ നമുക്ക് ഒരുപാട് റിയാലിറ്റി ഷോസ് വരട്ടെ. മലയാളത്തിലും ട്രെയിറ്റർ പോലത്തുള്ള റിയാലിറ്റി ഷോസൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിയാലിറ്റി ഷോയുടെ മുഖം തന്നെ മാറും. അറ്റ്ലീസ്റ്റ് അത് മലയാളം തർജ്ജിമയെങ്കിലും വന്നെങ്കിൽ കൊള്ളായിരുന്നു അതിൻ്റെ ഇപ്പം നടക്കുന്ന ട്രെയിറ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.